അങ്ങനെ നമ്മുടെ കേരള ടു ആഗ്ര ട്രിപ്പിൽ നമ്മളിപ്പോൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഒക്കെ കഴിഞ്ഞ് ഹൈദരാബാദിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ 9th ഡേ ആണിന്ന്. ഈ റോഡിൻ്റെ സൈഡിലൊക്കെ കോട്ടൺ വീണ് കിടക്കുന്നതാണ്. ഫുൾ പഞ്ഞിയാണ്. ഈ വൈറ്റ് കളറിൽ കാണുന്നത് മൊത്തം പഞ്ഞിയാണ്. പരുത്തി കൃഷിയുടെ ഇടയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറേ കിലോമീറ്ററുകളായിട്ട് ഇങ്ങനെ തന്നെയാണ്, ഫുൾ പഞ്ഞിയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹൈദരാബാദിൽ വന്നപ്പോഴും ഈ റിംഗ് റോഡ് എന്ന് പറയുമ്പോൾ ഈ ഔട്ടറിൽ ഉള്ള പ്ലേസിൽ, ഒരു ശംഷാബാദ് എന്ന് പറയുന്ന പ്ലേസിലായിരുന്നു ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 3-4 ഡേയ്സ് അവിടെ ഹോൾട്ട് ചെയ്ത്, ഒരേ റൂമിൽ തന്നെയായിരുന്നു ഹോൾട്ട് ചെയ്തിരുന്നത്. അവിടെ നിന്ന് പിന്നെ ഓരോ സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇപ്രാവശ്യം നമ്മൾ ഈ ട്രിപ്പിലുടനീളം നമ്മൾ ഈ ഹോട്ടൽ റൂംസ് എടുക്കുക എന്ന് പറയുമ്പം യൂഷ്വലി നമ്മളൊരു ഉച്ചയാവുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എവിടെ എത്തും, ഏത് പ്ലേസ് എത്തും. അപ്പോൾ അങ്ങനെ എവിടെയാണോ നമ്മൾ റീച്ച് ആവാൻ സാധ്യതയുള്ളത് അവിടെ ഒരു ടൗണിൽ നമ്മൾ റൂം എടുക്കലാണ് പതിവ്. സോ നമ്മൾ മേക്ക് മൈ ട്രിപ്പിൽ ഒരു ഹോട്ടൽ റൂം ചൂസ് ചെയ്യും, അവിടെ റൂം എടുക്കുകയാണ് ചെയ്യുക. ഇന്നിനിയിപ്പോൾ എന്തായാലും നമ്മൾ വൈകുന്നേരം ഹൈദരാബാദ് എത്തും. അപ്പോൾ ഡിന്നർ ഹൈദരാബാദിൽ നിന്നായിരിക്കും. നമ്മൾ തെലുങ്കാന കയറും. അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് രാത്രി അവിടെ ഹോട്ടൽ റൂമിലായിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് കുറച്ച് നേരത്തെ എണീച്ച് ഇറങ്ങണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ ഡിസംബർ ലാസ്റ്റ് ജനുവരിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ എഡിറ്റ് ചെയ്യാനുള്ളൊരു മടി കൊണ്ടാണ് ഇത്രയും ദിവസം ലേറ്റായത്. 3 months ലേറ്റായി. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലധികം വണ്ടികളൊന്നുമില്ല. ഈ ലോഡ് കൊണ്ടുപോകുന്ന ലോറികളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ട്രക്ക് ലേബൈ ഒക്കെ ഉണ്ട്. അവർക്ക് കുറച്ചിങ്ങനെ ഫെസിലിറ്റീസും വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ട്രക്ക് ഇപ്പുറത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ ട്രക്കിൽ ഫുൾ ട്രാക്ടർ കയറ്റിയിരിക്കണം. ഈ ട്രാക്ടർ കയറ്റി കുറേ ട്രക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ട്രക്കല്ല, ലോറി. 5ഉം 7ഉം ട്രാക്ടറൊക്കെ കയറ്റിയ അങ്ങനെ. ഇവിടെയൊക്കെ കുറേ ലോറികൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇത് 2 ലൈൻ റോഡാണ്. ഒരേപോലത്തെ 2 വണ്ടികൾ ഒരുമിച്ച് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഈ വഴി ഇങ്ങനെ നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പം ഇങ്ങനെ ലൈക്ക് അപ്പുറത്ത് ഇങ്ങനെ ഫുൾ മലകളിങ്ങനെ ആയിട്ട് അധികം വണ്ടിയൊന്നും ഇല്ലാതെ ഇതിൽ കൂടെ ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. സൈഡിലൊക്കെ ഇടയിൽ അങ്ങനെ ചെറിയ ധാബകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ കണ്ണെത്താ ദൂരത്തോളം അങ്ങനെ ഈ റോഡ് കാണാൻ പറ്റും ഇങ്ങനെ നേരെ. യൂഷ്വലി നമ്മളിങ്ങനെ റോഡ് ഇങ്ങനെ ഇത്രയും ദൂരത്തോളം കാണുന്നത് റെയറായിരിക്കും. നമ്മുടെ ഈ ട്രിപ്പിൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ കണ്ടു. അതായത് വണ്ടികൾ കുറവാകുമ്പോഴും പിന്നെ ഈ മലയുടെയൊക്കെ സൈഡിൽ കൂടെ പോകുമ്പോഴായിരിക്കും ഇങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റുക. ഇപ്പോഴും റോഡിൻ്റെ സൈഡ് മൊത്തം ഈ പഞ്ഞി കിടക്കുന്ന കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അതിൻ്റെ മുമ്പത്തെ ദിവസത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. വേറെയും കൃഷികളൊക്കെ ഉണ്ട്. വേറെ എന്താ ഒരു ബസ് സ്റ്റോപ്പ്. പക്ഷെ അങ്ങനെ പ്രൈവറ്റ് ബസ്സുകൾ നമ്മളധികം അങ്ങനെ കണ്ടില്ല. ഗവൺമെൻറ് ബസ്സുകൾ കുറേ പോകുന്നതാണ്. ഈ PSRTCയും അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിപ്പോൾ നമ്മൾ ഈ പോയ സ്റ്റേറ്റുകളിലൊക്കെ ഈ ഗവൺമെൻറ് വെഹിക്കിൾസൊക്കെ നമ്മൾ കുറേ കണ്ടു. നമ്മൾ ഈ NHൽ തന്നെ പോവായതുകൊണ്ടേ അധികം അങ്ങനെ പ്രൈവറ്റ് വെഹിക്കിൾസ് കാണാറില്ല. ഏതൊരു റോഡൊക്കെ വന്ന് ജോയിൻ ആവുന്നുണ്ട് ഇവിടെ. നമ്മൾ ഈ ട്രിപ്പിൽ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം
പമ്പുകളൊക്കെ നല്ല പമ്പുകളായിരിക്കും, നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ എന്തായാലും രാത്രിയാവുമ്പോൾ റൂം എടുക്കുമല്ലോ, സോ കുളിക്കാനും കാര്യങ്ങൾക്കൊന്നും രാവിലെ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇടയിൽ റെസ്റ്റോറൻറ്റുകളും ഒക്കെ നല്ല ഹൈജീനിക് ആയിരിക്കും, അങ്ങനെയെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഈവനിങ് 4 മണി ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ സൺലൈറ്റ് കറക്റ്റായിട്ട് വരുന്നതുകൊണ്ട് വീഡിയോയിൽ കാണാൻ രസമുണ്ട്. ഈ ഉച്ച സമയമാകുമ്പം അല്ലെങ്കിൽ രാവിലെ ഒരു 10-11 മണി കഴിയുമ്പോഴാണ് വീഡിയോസ് കുറച്ചൊരു ഡള്ളായിരിക്കുക. അപ്പം നമ്മളിനി ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ 2 സൈഡും ഫുൾ കൃഷികളൊക്കെ തന്നെയാണ്. പഞ്ഞിയുണ്ട്, അത് പൂക്കളാണോ അങ്ങനെ എന്തൊക്കെയോ കുറേ കൃഷികളുണ്ട്. ഇത് മാത്രമല്ല, പിന്നെ ഇങ്ങനെ എന്താ പറയുക, ഗോതമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. വേറെ കുറേ കൃഷികളുണ്ട്. ഇവിടത്തെയൊക്കെ മണ്ണിൻ്റെ കളർ കുറച്ച് ഡിഫറെൻ്റാണ്. ഇത്ര നേരം വന്നുകൊണ്ടിരുന്ന സ്ഥലത്തിനേക്കാളും കുറച്ച് ഡിഫറെൻ്റാണ്. ഇപ്പം ഇവിടെ പിന്നെ തൊട്ടടുത്തടുത്ത് തന്നെ പെട്രോൾ പമ്പ്, ധാബ, ട്രക്ക് ലേ-ബൈ അങ്ങനെ എല്ലാം ഒരുമിച്ചുണ്ടാവും. ഇതെന്തോ ഒരു ചെറിയ റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു. ഇതൊരു ട്രക്ക് ലേ-ബൈ ആണ്. ധാബ ഉണ്ട്, ചെറിയ കടകളുണ്ട്, പെട്രോൾ പമ്പുണ്ട്. അങ്ങനെ അത്യാവശ്യം ട്രക്ക് ലേ-ബൈയിലൊക്കെ കുറച്ച് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതും പിന്നെ കുറേ കൃഷിസ്ഥലങ്ങൾ. ഇതിപ്പോൾ കൃഷിസ്ഥലങ്ങൾ എന്ന് പറയുമ്പം കുറച്ചല്ല, അങ്ങോട്ടേക്ക് ഈ കണ്ണത്താതോരം കാണുന്നത് മൊത്തം കൃഷിസ്ഥലങ്ങളാണ്. പിന്നെ ഒരു യെല്ലോ കളർ, പിന്നെ ഗ്രീൻ കളർ, അങ്ങനെ ഡിഫറെൻറ്റ് കൃഷിയാണോ ഇനിയിപ്പം ഹാർവെസ്റ്റിങ്ങിൻ്റെ ടൈം ഡിഫറെൻ്റ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ സർവീസ് റോഡിലേക്ക് ഇറങ്ങി. സർവീസ് റോഡ് കുറച്ചൊരു പാച്ച് വർക്കൊക്കെ ഉള്ളതാണ്. നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടു, ഒരു പുതിയ എന്താ പറയുക, ഇപ്പോൾ റീസെൻ്റ്ലി ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. സോ അവിടെ പോയിട്ട് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റാണ്, അവിടെ പോയിട്ട് ഹൈദരാബാദി ബിരിയാണിയൊക്കെ കഴിച്ചു, അടിപൊളി. അത് കഴിഞ്ഞ് നമ്മൾ റിംഗ് റോഡിലേക്ക് കയറി. പിന്നെ അധികം വീഡിയോസ് എടുത്തില്ല. റിംഗ് റോഡിൻ്റെ ചെറിയൊരു ക്ലിപ്പിങ്ങും കൂടി എടുത്തുള്ളൂ ഞാൻ ഇന്നത്തേക്ക്. റിംഗ് റോഡിൽ ഫുൾ വണ്ടികളും ഈ 100-120 അതിൽ കുറഞ്ഞ് പോക്കില്ല. സോ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂമിലേക്കാണ് ഇനിയിപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുള്ളത്. സോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വണ്ടികളുണ്ട് നമ്മുടെ കൂടെ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മളിതേ പോയിട്ടുണ്ടായിരുന്നു. ഈ രാത്രി ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാൻ. 2 സൈഡും ലൈക്ക് ഫുൾ ടൗൺഷിപ്പ് പോലെ നിറയെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നടുക്കിൽ കൂടെ ഇങ്ങനെ 4 ലൈൻ റോഡും. ഇതായിരുന്നു ഹോട്ടൽ റൂം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മളൊരു 7 മണി 7:30 സമയത്ത് തന്നെ ഇറങ്ങി. അപ്പം തന്നെ നല്ല മഞ്ഞാണ്. നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടികളെ പോലും നേരെ കാണാൻ പറ്റുന്നില്ല. എല്ലാ വണ്ടികളും പാർക്ക് ലൈറ്റ് ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ഹെവി ലോഡുള്ള വെഹിക്കിൾസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ ഒരു ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആയിട്ടുള്ളൊരു റോഡിലേക്ക് വന്നിരിക്കണം. നമുക്ക് മെല്ലെ പോകാൻ പറ്റുള്ളൂ. ഇത് അടുത്തുള്ള വണ്ടികളെ കാണാൻ പറ്റാത്തതുകൊണ്ടേ അവരേത് സ്പീഡിൽ പോകണമെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഇത് കുറച്ച് 1 മണിക്കൂറോളം ഇതിങ്ങനെ തന്നെ ആയിരുന്നു. ഫുൾ മഞ്ഞാണ്. ഇതിപ്പോൾ ഈ നിർത്തിയിട്ടിരിക്കുന്ന വല്ല വണ്ടിയിൽ ഇപ്പോൾ അത് മൂവിങ് ആണെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഈ ആൾക്കാർ കൊണ്ട് ഇടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം മഞ്ഞുള്ളത് കൊണ്ട് ഈ വണ്ടി മൂവിങ് ആണോ നിർത്തിയിട്ടിരിക്കുകയാണോ എന്ത് സ്പീഡിലാണ് പോകണമെന്നൊന്നും വലിയ ധാരണ കിട്ടില്ലല്ലോ. അങ്ങനെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നമുക്ക് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നതൊന്നും ചിലപ്പോൾ അറിയുന്നത് തന്നെയില്ല. അപ്പുറത്തൊന്നും ഇല്ലാത്ത പോലെ. ഇനിയിപ്പോൾ ഈ മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ റോഡ് കഴിഞ്ഞപ്പുറത്തേക്ക് ഭയങ്കര താഴ്ചയാണോ അതോ വെള്ളമാണോ അങ്ങനെ ഒന്നും അറിയുന്നില്ല. ചിലവിടെയൊക്കെ ഇങ്ങനെ റോഡ് വർക്ക് പോകുന്നുണ്ട്. അതാണ് നമുക്ക് തണുപ്പ് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഫുൾ മഞ്ഞാണ്.
കാഴ്ചയിൽ ആ തണുപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ സ്വെറ്ററൊക്കെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പുറത്തിറങ്ങി എന്നാലും വലിയ തണുപ്പൊന്നുമില്ല. വലിയ മോഡറേറ്റ് ആയിട്ടുള്ളൊരു തണുപ്പാണ്, കുഴപ്പമൊന്നുമില്ല, നടക്കാനും ഒന്നും പ്രശ്നമില്ല. നമ്മൾ ഗുജറാത്തിലും രാജസ്ഥാനും UP-യിലും ഒക്കെ ആയിരുന്നപ്പോഴായിരുന്നു കാണുമ്പോൾ വലിയ തണുപ്പില്ലാത്ത പോലെ ഉണ്ടെങ്കിലും നമുക്ക് തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. സൈൻ ബോർഡ്സൊക്കെ ഉണ്ട്, ലൈക്ക് ഓരോ സ്ഥലങ്ങളുടെ കിലോമീറ്ററൊക്കെ എഴുതി, അതൊന്നും പക്ഷെ കാണുന്നില്ല. നമ്മളിനിയിപ്പോൾ എന്തായാലും ജഡ്ചർല, കർണൂൾ, അനന്തപൂർ, ചിക്ബല്ലാപൂർ, മാളൂർ, KGF, അങ്ങനെ കൃഷ്ണഗിരി, സേലം, ഭവാനി, പെരുന്തുറൈ, മധുരൈ, അങ്ങനെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട്. ബാംഗ്ലൂർ കയറുന്നില്ല. ഇവിടെയൊക്കെ റോഡ് പണിയാണ്, അതാണ് ഈ മണ്ണൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. റോഡ് പണി ആയതുകൊണ്ട് ഞാൻ അധികം റോഡ് വീഡിയോ എടുക്കുന്നില്ല. ഫ്ലൈ ഓവറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക തോന്നുന്നു. അങ്ങനെ നമ്മൾ കൃഷ്ണ റിവർ, അങ്ങനെയാണ് ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. കൃഷ്ണ റിവറിൻ്റെ ക്രോസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്രിഡ്ജ് കൃഷ്ണ റിവർ ക്രോസ് ചെയ്യാനുള്ളതാണ്. നിറയെ വെള്ളമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ സൈഡിലൊക്കെ വൈക്കോല് വീണ് കിടക്കുന്നുണ്ട്. കുറേ വൈക്കോല് കൊണ്ടുപോകുന്ന ട്രാക്ടറുകൾ കണ്ടായിരുന്നു നമ്മൾ. ഇനിയും കുറേ കാണുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണും. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ചെഗുവര റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റാണ്. ഇതാ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ചെഗുവര ഫുഡ് കോർട്ട്. ആന്ധ്രാപ്രദേശിൽ ചെഗുവര ഫുഡ് കോർട്ട് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെയും കുറേ കൃഷിസ്ഥലങ്ങളാണ് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫുള്ളായിട്ട്. അതിൽ കോൺ ഉണ്ട്, നമ്മുടെ കോട്ടൺ ഉണ്ട്. കുറേയൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിടക്കുന്ന പാടങ്ങളാണ്. ഒരു പമ്പ്, ഇവിടെ ഫുൾ കൃഷിസ്ഥലങ്ങളാണ് രണ്ട് സൈഡും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ചെറിയ വാൻ പോലത്തെ ഒരു സെറ്റപ്പ്, അതിൽ ഈ സ്റ്റൗവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് കൊടുക്കുന്ന പോലെ. അത് അവർ കുക്ക് ചെയ്ത് കഴിക്കുകയാണോ ഇനിയിപ്പോൾ കുക്ക് ചെയ്ത് കൊടുക്കുകയാണോ എന്നറിയില്ല. അങ്ങനെ എന്തോ ഒരു സംഭവം അങ്ങനെയൊക്കെ കണ്ടിരുന്നു. കാറിൽ പിന്നെ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ പിണങ്ങും, ചിലപ്പോൾ പാട്ട് എന്തെങ്കിലുമൊക്കെ അത് വയ്ക്കണം ഇത് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും.
അല്ലെങ്കിൽ നേരത്തെ കണ്ട സ്ഥലങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ നല്ല രസമാണ്. ശരിക്കും നമുക്കൊരു വീട് പോലെ തന്നെ ഫീൽ ചെയ്യും. നമുക്ക് നമ്മുടെ ഓരോ പുതിയ കാഴ്ചകളൊക്കെ കണ്ടു പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്തിട്ടായിരിക്കും ഓരോ സ്ഥലത്തും നമ്മൾ പോകുന്നുണ്ടാവുക. ഇവിടെ ഇങ്ങനെ ചെറിയ ടൗണുകളൊക്കെ കാണുന്നുണ്ട് ഇടയിലിടയിൽ. ഇത് ഏതൊക്കെ ടൗണാണെന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ നമ്മൾ മുൻപ് ഈ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുള്ള സമയത്ത് എന്തൊക്കെ ചെയ്തു, ഈ സ്ഥലത്ത് കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ നല്ല രസമാണ്. ഈ ട്രിപ്പ് പോവുക എന്ന് പറയുന്നത് എപ്പോഴും നല്ല രസമുള്ള പരിപാടിയാണല്ലോ. ഈ സൈഡുകളിൽ മൊത്തം ഈ കറണ്ടിൻ്റെ കമ്പികൾ പോകുന്ന, ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന അടുത്തടുത്ത് പോലെ തോന്നും. ഏതോ ഒരു സ്ഥലത്ത് പോയപ്പം ഈ കമ്പികളൊക്കെ ഭയങ്കര ഇങ്ങനെ ചരിഞ്ഞാണ് നിൽക്കുന്നത്. എല്ലാം അവിടെ തെങ്ങും എല്ലാം ചരിഞ്ഞാണ് നിൽക്കുന്നത്. എന്താണെന്നൊക്കെ പറഞ്ഞാലും ഈ ട്രിപ്പിൽ തന്നെ ഇനീഷ്യലി എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്ര ഒക്കെ കഴിഞ്ഞു വരുന്ന സമയത്താണ് തോന്നുന്നു. അപ്പം നമുക്കിങ്ങനെ നേരെ നോക്കിയാൽ കുറേ ദൂരത്തേക്ക് ഇങ്ങനെ ഈ റോഡിൻ്റെ ഈ കയറ്റവർക്കും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് അത്. നമ്മൾ ഈ ആന്ധ്രാപ്രദേശിൽ കൂടെ പോകുമ്പോൾ കിയയുടെ ഷോറൂം കാണാൻ പറ്റും. അത് ശരിക്കും എടുക്കുകയാണെങ്കിൽ 1 കിലോമീറ്ററോളം ഉണ്ട് അതിൻ്റെ ഷോറൂം തന്നെ. അത് എത്തിയിട്ടില്ല, എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ചിലപ്പോൾ അത് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈം ഹൈദരാബാദ് വന്ന സമയത്ത് നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അങ്ങനെ എന്തോ സോളാറൊക്കെ ഉണ്ട് ഈ എൻഡിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ. അങ്ങനെ അന്ന് നമ്മൾ റോഡ് ട്രിപ്പ് തന്നെയായിരുന്നു, കാറിൽ തന്നെയായിരുന്നു നമ്മൾ ഹൈദരാബാദിലോട്ട് വന്നത്. അത് പക്ഷേ സമ്മർ വെക്കേഷനായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഡിസംബർ ജനുവരി ഈ ടൈമിലാണല്ലോ വന്നത്. ലാസ്റ്റ് ടൈം ഹൈദരാബാദ് വന്നത് സമ്മർ വെക്കേഷനായിരുന്നു. ഇവിടെ പിന്നെ നമ്മുടെ പൊല്യൂഷൻ ചെക്ക് ചെയ്യുന്നതൊക്കെ ഈ ഒമിനി പോലത്തെ വണ്ടിയിൽ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കണ്ട പോലെ. ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ് കയറി കുറച്ച് സമയമായി. പിന്നെ
പിന്നെ ഇവിടെ ഈ റോഡ് വീതി കൂട്ടുന്ന പരിപാടികളാണെന്ന് തോന്നുന്നു. അപ്പം റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പുറത്തെ സൈഡ് മൊത്തം സ്ഥലമൊക്കെ എടുത്ത് നിരപ്പാക്കി റോഡ് പണിയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ പോകുന്ന ഓട്ടോയിൽ കണ്ടോ, ബാക്കിലോട്ട് തിരിഞ്ഞ് 3 പേര് ഇരിക്കുന്നത്. ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഷെയർ ഓട്ടോ പോലെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആൾക്കാർ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുന്നേ കാണാം. കുറേ ലോറികളിൽ ലോഡൊക്കെ കയറ്റി നിർത്തിയിട്ടുണ്ട്. കുർണൂൾ 6 കിലോമീറ്റർ, അനന്തപുരം 154 കിലോമീറ്റർ. സോ കുർണൂൾ എത്തി നമ്മൾ. അപ്പുറത്തും ഇപ്പുറത്തും കൃഷിസ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ ഈ വണ്ടി അധികം സൈഡ് തരാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണെന്നറിയില്ല. അപ്പം നമുക്കിട്ട് കയറി പോകാനും പറ്റില്ല, ഇവരോട്ട് വേഗം പോവില്ല. ഈ റൈറ്റ് സൈഡ് കുറേ ടവറുകളൊക്കെ കാണാം നമുക്ക്. ഇതൊരു ജംഗ്ഷനാണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് വണ്ടികൾ നിർത്തിയിട്ടിട്ടൊക്കെ ഉണ്ട്. കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ 2 വീലറുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രാക്ടറിൽ മണലാണ് തോന്നുന്നു കൊണ്ടുപോകുന്നത്. ഇതും ഏതോ ഒരു റിവറാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ പാലത്തിൻ്റെ മേലെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം വണ്ടികളൊന്നും ഇല്ല. അത്യാവശ്യം ഫ്രീ ആയിട്ടാണ് റോഡുള്ളത്. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.